ഡോക്ടർ കാവ്യ. ചില ആളുകളിൽ ശരീരമാസകലം വേദനയായിരിക്കും ഉണ്ടാവുക. ജോയിന്റുകളിൽ മാത്രമായിരിക്കില്ല, മസിലുകളിലായിരിക്കും ഇവർക്ക് കൂടുതലും പെയിൻ ഉണ്ടാവുക. ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാലും ഇവരുടെ ടെസ്റ്റുകളൊക്കെ ഒരു കുഴപ്പമില്ലാത്തതായിരിക്കും. അതിലൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്ത് കാണക്കത്ത രീതിയിലുള്ള ഒന്നും ഉണ്ടാവില്ല. ഇവർക്കാണെങ്കിൽ എപ്പോഴും ക്ഷീണമായിരിക്കും. ഒരു യാത്ര ചെയ്ത് വന്നാൽ പോലും ക്ഷീണമായിരിക്കും. ക്ഷീണം കാരണമായിരിക്കും ഇവർക്ക് പലതും ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇത് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരു അസുഖം, ഒരു കണ്ടീഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് നമ്മുടെ വേദനകളെ കുറച്ചുകൂടെ അധികമായിട്ട് തിരിച്ചറിയുന്നതാണ്. ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന കണ്ടീഷൻ അധികവും പേശികളിലുള്ള വേദനയും, അതായത് മസിൽ പെയിൻ ഉണ്ടാവും, അതുപോലെ നീർക്കെട്ടുകളൊക്കെ ഉണ്ടാവും. ഈ അസുഖത്തിനൊരു കാരണമായിട്ട് പറയാറുണ്ട് ശരിയായിട്ടുള്ള വ്യായാമം ഇല്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ ട്രോമകളൊക്കെ അതിലേക്ക് നയിക്കാറുണ്ട്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഉറക്കമില്ലായ്മ, അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് കാരണവും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ഈ ഒരു കണ്ടീഷൻ മെയിൻ ആയിട്ടും കാണുന്നത് സ്ത്രീകളിൽ തന്നെയാണ്. ചിലപ്പം അഡോളസെന്റ് ഏജിലുള്ള സ്ത്രീകളിൽ മുതൽ അല്ലാണ്ട് മധ്യവയസ്കായ സ്ത്രീകളിൽ വരെ ഈ ഒരു അസുഖം കാണുന്നത്. ഇതെപ്പോഴും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല, കുറേ കാലങ്ങളെടുത്ത് ഉണ്ടാകുന്ന അസുഖമാണ്. അങ്ങനെയാണെങ്കിൽ കൂടെ ശരിയായ ഒരു ചികിത്സാ രീതിയും അതുപോലെ നമ്മുടെ ജീവിത ശൈലിയിലുള്ള ഒരു മാറ്റവും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്. ഇത്തരം അസുഖത്തിനും ഹോമിയോപ്പതിയിലും വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. അപ്പോൾ ഈ അസുഖത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.